ഹായ് ഗായ്സ്, വേറെ ഒന്നല്ല ഗായ്സ്. ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏക്കിട്ടൊക്കെ വക്രായിട്ട് നമ്മൾ ഇതിനു മുന്നേ ഒരു കളിയും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്നു, ഒരു 3v3 കാര്യങ്ങള്. സോ ആ മാച്ചിന്റെ ഒരു റിവെഞ്ച് മാച്ച് വീഡിയോ ആണ് ഗായ്സ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗൈസ് നമ്മൾ ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. വേറെ നല്ല ഗൈസ്, നമ്മുടെ വക്രി ഏക്കിട്ടോക്ക് ജിന്നൊക്കെ ആയിട്ട് ഒരു മാച്ച് കളിക്കുന്നത്. സോ അതേ മാച്ചിന്റെ റിവെഞ്ച് മാച്ചാണ് ഗൈസ്. വീണ്ടും ആ സെയിം ടീമായിട്ട് റിവെഞ്ച് കളിക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ഇത് ഇന്നും ഇന്നലെയോ കളിക്കുന്നതല്ല, അന്ന് തന്നെ കളിച്ച് അപ്പം കഴിഞ്ഞ് ആ റൂം കഴിഞ്ഞ് പിന്നെ അപ്പം തന്നെ റൂം ഇട്ട് കളിക്കുന്ന വീഡിയോ ആണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ടൈം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ MP40 എമ്മേറ്റിക്ക് എടുത്താണ് കയറുന്നത്. അപ്പോൾ ഇവന്മാർ റിവെഞ്ചിലിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവന്മാർ നല്ല വാശിക്കാണ് കേട്ടോ ഗൈസ് കളിക്കുന്നത്. നമ്മൾ മോശമല്ലല്ലോ, നമ്മൾ നല്ല വാശിക്കാണ് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവരുടെ ഒരാൾ ഡൗൺ ഉണ്ട്, നമ്മുടെ സൈറക്സിനെ കൊന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ MP40 എടുത്തുകൊണ്ട് ഞാൻ നേരെ റഷ് എടുക്കുക എന്നുള്ള പ്ലാനിൽ നൈസായിട്ട് കയറി. ഇവന്മാർ നോക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നോക്ക് റിവ്യൂ എടുക്കുന്ന ആൾ മുന്നേ നൈസായിട്ട് നമുക്ക് എന്താ പറയുക റഷ്യൻ കാര്യങ്ങളൊക്കെ അടിച്ച് കളി എടുക്കാൻ പറ്റുമെന്ന് നോക്കുവാണ്. അപ്പോൾ ഗൈസ്, നോക്കിന് എന്തായാലും ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2v2 കാര്യങ്ങളൊക്കെയാണ് സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. സോ ഗൈസ്, ഇവിടെ നോക്കുമ്പോൾ അവിടെ തന്നെ നൈസായിട്ട് നല്ല ഹിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു ഗൈസ്. ബട്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് എന്താ പറയുക രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. സോ നമ്മൾ ഒന്നും നോക്കിയില്ല ഗൈസ്, എനിക്ക് ബാക്കിൽ നിന്ന് ബീറ്റിക്ക് തന്നെ അടിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് വക്രന് ഫുൾ റെഡും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്ക് ഇട്ടിട്ടുണ്ട്. സോ ഗൈസ്, ലാസ്റ്റ് എനിമിനെ നമ്മുടെ ലിയോനും കൊന്നു. അങ്ങനെ നമ്മൾ ആ റൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നൈസായിട്ട് ഒരു കൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. സോ ഗൈസ്, പിന്നത്തെ റൗണ്ട് വന്നിരിക്കുകയാണ്. സോ ഈ കളി അവരെ എത്രയും അടിക്കാൻ പറ്റുമോ ഗൈസ് അത്രയും അടിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കളിക്കുന്നത്. അതാകുമ്പോൾ വേറെ ഒന്നുമില്ലല്ലോ ഗൈസ്, എന്താ പറയുക, ഇവന്മാർ പിന്നെ നമ്മൾ വെല്ലുവിളിയും കാര്യങ്ങളൊന്നും നടത്തൂല പൂജ്യത്തിന് അടിക്കുകയാണെങ്കിൽ. സോ ഗൈസ്, അപ്പോൾ അതും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കളിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും MP40 അതേമാതിരി തന്നെ എക്സമേറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. വേറെ ഒന്നുമില്ല, റൂഫിൽ കയറുവാണെങ്കിൽ റൂഫിൽ കയറുന്ന താഴെയുള്ളവർ അടിച്ചിടാമെന്നുള്ള രീതിയിലൊക്കെ എടുത്തതാണ്. പക്ഷേ ഞാൻ റൂഫിലും കാര്യങ്ങളൊന്നും കയറിയില്ല, നമ്മൾ താഴെ തന്നെ കളി കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ബീറ്റുകനെ കുത്തി പിടിക്കാൻ നോക്കി ഗൈസ്, ഒരടി പോലും കൊണ്ടില്ല. അപ്പോൾ എന്തായാലും ഒരു നൈസ് കുമ്മനും കാര്യങ്ങളൊക്കെ അടിച്ച് എന്താ പറയുക നല്ലൊരു ഡാമേജ് കുമ്മൻ അടിച്ചുകൊണ്ട് ഞാൻ നൈസായിട്ട് ഒരു കിഡിലും കുമ്മനും കാര്യങ്ങളൊക്കെ അടിച്ച് ആ കളി അങ്ങനെ എടുത്തിട്ടുണ്ട്. സോ ഗൈസ്, രണ്ടാമത്തെ റൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, വീണ്ടും ഓർമ്മിക്കുകയാണ്, ഇതൊരു റിവെഞ്ച് മാച്ചാണ്. ഇതിൻ്റെ മുന്നത്തെ മാച്ചിൽ നമ്മുടെ ബീറ്റിക്കാണ്, അതായത് വക്രിയാണ് വെല്ലുവിളിച്ചെന്നുണ്ടെങ്കിൽ ഗൈസ് ഈ മാച്ചിൽ നമ്മുടെ ഏക്കട്ടോക്കാട്ടോ ഗൈസ് വെല്ലും കാര്യങ്ങളൊക്കെ വിളിച്ചിരിക്കുന്നത്. നീ റൂമറിടാ നമുക്ക് മുട്ടി നോക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെല്ലുവിളി കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഗൈസ്, അതേപോലെ നമ്മുടെ ഏക്കട്ടോക്കിന് ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ എന്തായാലും ഏക്കട്ടോക്കിന് അവിടെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കൊല്ലാൻ പോകുന്ന മറ്റോമാരെയാണ് ഗൈസ്. അവന്മാരും ഏക്കട്ടോക്കിൻ്റെ പിന്നാലെ ഇതിൽ കൂടെ വരുമോ എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും അവന്മാർ ഇതിൽ കൂടെ വന്നില്ല, അവന്മാർ ഉള്ളിൽ തന്നെയാണ്. ആ ഏക്കട്ടോക്കെ ചത്തു ഗൈസ്, അവന്മാർ കൂടി വന്ന് ചാവണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ ഉള്ളിൽ നിന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ലിയോനെ നമ്മുടെ വക്രി ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ടു. ഓക്കെ ഗൈസ്, വക്രിക്ക് ചെറിയ ഡാമേജ് കൊടുത്തു. വക്രീനെ ഞാൻ ഇമോട്ട് അടിക്കാൻ നിന്നാണ് ഗൈസ്. അപ്പോൾ തന്നെ നമ്മുടെ ജിന്നും കയറി വന്നു. അപ്പോൾ എന്തായാലും ട്രിപ്പിൾ കില്ലും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് ആ റൗണ്ട് എടുത്തുകൊണ്ട് ഞാൻ നൈസായിട്ട് എന്താ പറയുക നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്ന ഇമോട്ടൊക്കെ ഇട്ട് പട്ടിഷോ കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും പിന്നത്തെ റൗണ്ട് വന്നിട്ടുണ്ട്. പിന്നത്തെ റൗണ്ട് ഞാൻ നൈസായിട്ട് റൂഫ് എടുത്ത് കയറിയിട്ടുണ്ട്. റൂഫ് കയറിയിട്ട് എക്സമേറ്റും കാര്യങ്ങളൊക്കെ എടുത്താണ് കളിക്കുന്നത്. ഈ വട്ടം എക്സമേറ്റ് ഗൈസ്, ഈ വട്ടം തന്നെ എനിക്ക് ആകെ എക്സമേറ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. അതല്ലാണ്ട് എക്സമേറ്റ് വെറുതെ എടുത്ത് ബാക്കിൽ വെക്കാന്നല്ലാണ്ട് ഞാൻ അടുത്ത് ഫൈറ്റിംഗ് കാലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഇത്രയും റൗണ്ടായിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സമേറ്റ് എടുത്തിട്ട് എന്നെ റൂഫിൽ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു, അമ്മരൊന്നും പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ ഗൈസ്, ഇത്ര നേരമായിട്ട് വീഡിയോ കണ്ടവർ ആരെയും ലൈക്ക് ചെയ്ത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേമാതിരി തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും എനിക്ക് പുറത്തുനിന്ന് ആരോ എന്നെ നൈസായിട്ട് ഹിറ്റും കാര്യങ്ങളൊക്കെ തന്നു, ചെറിയൊരു ഡാമേജും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ എന്തായാലും നമ്മൾ മെഡും കാര്യങ്ങളും അടിക്കുകയാണ്. പിന്നെ ഗൈസ്, ഒത്തിരി കാര്യം കൂടി പറയാണ്ട് ഗൈസ്, വേറെ ഒന്നല്ല, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് ഫോളോ ചെയ്യാൻ, എന്നിട്ട് ഗിൽഡ് വാറും കാര്യങ്ങളൊക്കെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് ഗിൽഡ് വാറും കാര്യങ്ങളൊക്കെ കളിക്കാം. പിന്നെ ഗൈസ്, കുറേ ഗിൽഡായിട്ട് കളിക്കാത്തതുണ്ട്, കുറേ ഗിൽഡായിട്ട് കളിച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നിങ്ങൾ രാത്രി ഒരു 9 മണിക്ക് ശേഷം ഞാൻ ഗിൽഡ് വാറും കാര്യങ്ങളൊക്കെ കളിക്കാൻ ഞാൻ ഉണ്ടാവുള്ളൂ. അതുവരെ ഗിൽഡിൽ പ്ലേസ് ഒക്കെ ഉണ്ടാവും. സോ ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ കളിക്കുന്ന അങ്ങനെ കളിക്കാം, ഞാനായിട്ട് കളിക്കുന്ന എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഞാൻ നൈസായിട്ടൊരു ഫുൾ റെഡും കാര്യങ്ങളൊക്കെ ഇട്ട് ആ റൗണ്ട് നമ്മൾ അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും മാക്സിമം മുട്ടയ്ക്ക് വേണമെന്ന് വെച്ചാൽ മുട്ടയ്ക്ക് നിങ്ങൾ ഗൈസ് ഒരു 7-0 ആയിട്ട് നമുക്ക് ഒരു റൗണ്ട് വേണമെങ്കിൽ വിട്ടുകൊടുക്കാൻ വരും. അതായത് സോണി പോയി വിട്ടുകൊടുത്ത് പട്ടിഷോ കാണിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അതും പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബീറ്റ് അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്, അതായത് നമ്മുടെ വക്രി അവിടെ പെട്ടിട്ടുണ്ട്. അപ്പോൾ വക്രീനെ നൈസായിട്ട് ഗ്ലൂട്ട് പൂട്ടി ബാക്കിയുള്ളവരെ കൊന്നിട്ട് നമുക്ക് വക്രീനെ കൊല്ലാം എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള എനിമീസിനെ ഇവിടെ കാണാൻ ഗൈസ് ഇവർ ഒളിച്ച് നിൽക്കാൻ തോന്നുന്നുണ്ട്, കാരണം ഒരുത്തനെ പൂട്ടിയില്ലോ. അപ്പോൾ ഒരുത്തനെ പൂട്ടിയ രീതിയിൽ അപ്പോൾ എന്തായാലും ഓ ഗായ്സ്, ആരൊക്കെയോ നോക്കിടുന്നുണ്ട്. അപ്പം നമ്മുടെ ഏക്കട്ടോക്കാണ് ഡൗൺ ആയിരിക്കുന്നത്, നമ്മുടെ ലിയോ ഡൗൺ ഇട്ടും. അപ്പോൾ എന്തായാലും ഇവിടെ നൈസായിട്ട് വീണ്ടും ഏക്കട്ടോക്കിന് ഞാൻ കുമ്മിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഒറ്റൊരു എനിമിയാണ് നമ്മുടെ വക്രിയാണ്. അപ്പോൾ എന്തായാലും വക്രീനെ ഇവിടെ നൈസായിട്ട് എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക ഗൈസ് കുറേ അടിച്ചു, പക്ഷേ പ്രെഡിക്ഷബിൾ ഷോട്ട് ആയതുകൊണ്ട് ഒന്നും കൊണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ആ കളിയും നമ്മൾ എടുത്തിട്ടുണ്ട്. 6-3 സ്കോർ, അല്ല 6-0 സ്കോറും കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും റൂഫും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്, എക്സമേറ്റ് എടുത്തിട്ടുണ്ട്. നേരത്തെ ഒരു കിടിലം കളി കളിച്ചില്ല, അപ്പോൾ അതേമാതിരി ഈ റൗണ്ടിൽ റൂഫ്
കയറി ഒരു കിടിലം കളി കളിക്കാമെന്നുള്ള രീതിയിലാണ് കയറിയത്. പക്ഷേ ഗൈസ് ഇത് ഈ റൗണ്ടിൽ വലിയ കിടിലം കളിയൊന്നും കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ താഴത്തെ എനിമീസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും താഴെയുള്ളവരെ കൊല്ലാന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഏക്കറ്റൊക്കെ നൈസായിട്ട് ആയിക്കോടെ പോകുന്നുണ്ടായി. പക്ഷേ അടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വക്രി പോണ് ഗൈസ്. വക്രിക്ക് കുറേ ഡാമേജ് കൊടുത്തു. പക്ഷേ എന്താ പറയുക, ഫുൾ ബോഡി ഷോട്ടായി കണ്ട് വക്രി നോക്കായില്ല. അപ്പോൾ ലാസ്റ്റ് ഒറ്റ ഒരു എനിമിയല്ലോ നമ്മുടെ വക്രി മാത്രമാണ്. അപ്പോൾ നമ്മുടെ വക്രീനെ കൊല്ലാന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് റഷ് എടുക്കാം. കാരണം എനിക്ക് ഈ റൗണ്ടിൽ കില്ലൊന്നും കിട്ടിയില്ല. എനിക്ക് കില്ല് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് റഷ് എടുക്കും നോക്കാണ്ട്. അപ്പോൾ എന്തായാലും നോക്കാണ്ട് റഷ് എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ വക്രി നമ്മളെ ഡൗണും കാര്യമൊക്കെ കിട്ടും. പക്ഷേ കുഴപ്പമില്ല ഗൈസ്, സൈറക്സ് നൈസ് സപ്പോർട്ടും കാര്യമൊക്കെ തന്നുകൊണ്ട് എന്താ പറയുക, ആ റൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 7-0 കേട്ടോ ഗൈസ്. അവന്മാരെ അപമാനിച്ച് കൊല്ലാം, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അപമാനിച്ച് കൊല്ലുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ കളി റൗണ്ട് അവരെ നമ്മൾക്ക് വിട്ടുകൊടുക്കണം അവർക്ക്. അതായത് നമ്മൾ സോണി പെട്ട് ചാവുക, വെറുതെ അങ്ങോട്ട് ഓടിപ്പോയി അവരുടെ കൈ കൊണ്ട് ചാവല്ല, നൈസായിട്ട് എന്താ പറയുക സോണി പെട്ട് ചത്താവും. അങ്ങനെ അപമാനിക്കുക, അവർക്ക് കളിക്കുന്നതിന് എന്തിനാന്ന് വെറുത്ത് പോകണം കഴിച്ച് ഈ കളി കഴിയുമ്പോൾ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്ത് പോകണം ചെറ്റകൾ. അപ്പോൾ എന്തായാലും ആ രീതിയിൽ എന്തായാലും നമ്മൾ ഇവിടെ സോണി പെട്ട് ഞങ്ങൾ 3 ചാവാന്നുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ ഞാനെന്തായാലും നോക്കായിട്ടുണ്ട്, അതേമാതിരി തന്നെ നമ്മുടെ ലിയോന് നോക്കായിട്ടുണ്ട്, സൈറക്സും കയറി നിൽക്കുന്നുണ്ട്. സോ ഗൈസ് അപ്പോൾ ഈ റൗണ്ട് നമ്മൾ തോറ്റു. അങ്ങനെ ഒറ്റ റൗണ്ട് ഗൈസ് നമ്മൾ അങ്ങനെ വിട്ട് കൊടുത്തിട്ട് അവർ പിടിച്ചിട്ടുണ്ട്. ഒറ്റ റൗണ്ട് മുട്ടയ്ക്ക് അടിക്കുന്നതിനേക്കാളും സുഖം ഗൈസ് ഇങ്ങനെ നാണം കെടുത്തി കൊല്ലുന്നതിൽ അതിൻ്റെ ഒരു സുഖം ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് ഇനിയിപ്പോൾ ആ സുഖം നമുക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഗൈസ് ഈ റൗണ്ട് നമുക്ക് ജയിക്കണം സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ചമ്പി നാണം കിട്ടുമോ, അവർ ഈ റൗണ്ട് നമ്മൾ കൊല്ലാൻ പോയിട്ട് അവർ നമ്മളെ കൊന്നു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ ഗൈസ്, നമ്മൾ വിട്ടുകൊടുത്തതിൽ വലിയ അർത്ഥമില്ലാണ്ടായി പോകും. അപ്പോൾ എന്തായാലും ഈ റൗണ്ട് പിടിക്കണം എന്നുള്ള ഒറ്റൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഗൈസ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആരും വീഡിയോ കണ്ടുവരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ അതേമാതിരി തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പറ്റാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ M80 MP40 എടുത്തുകൊണ്ട് പോകുന്നത്, ഈ വട്ടം XM8 ഒന്നും എടുത്തില്ല. വേറെ ഒന്നല്ല ഗൈസ്, കളി ജയിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ജിന്ന് മണ്ടം കയറി വന്നിട്ടുണ്ട്, അതിന് ഡൗൺ ഇട്ടു. അപ്പോൾ എന്തായാലും നമ്മുടെ ഏക്കറ്റൊക്കെ ഗൈസ് അടി സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഹിറ്റിംഗ് ആയാലും നമ്മുടെ വക്കരി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജിന്നിൻ്റെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ അത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വക്രി ഉണ്ട്, വക്രി ഇവിടെ ഹീൽ ചെയ്യാണ്, ലാസ്റ്റ് എനിമിയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് MVP കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് മികച്ചൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും